ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. നിത്തുവിനെ എന്താ ഈ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയെന്ന് ചോദിക്കണ്ട. അവളുടെ ഇഷ്ടപ്രകാരം കുറേ വാശി പിടിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എവിടെ പോകും എന്നുള്ള ചോദ്യങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങൾ വിരാമം വിട്ട് പാറപ്പുറ അണക്കെട്ടിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തി നിത്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ നോക്കി അപ്പേ നോക്ക് അമ്മ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവളും കൈനെ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമ്മൾ ഹാപ്പിയായി. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ സ്ഥലം. നിത്തുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ജസ്റ്റ് ഒന്ന് വന്നായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അപ്പനോട് നമുക്കൊരു ദിവസം ഈവനിങ് വരാം, കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയും കൂടി ഞങ്ങൾ വന്നതാണ്. പിന്നെ ഞങ്ങൾ തട്ടാനൊന്നും സമ്മതിച്ചില്ല. ഒരേ നടക്കാനും എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുവാനും ഒക്കെ ആയിരുന്നു അവൾക്ക് താല്പര്യം. ആകാശത്തൊക്കെ നോക്കി പക്ഷിയൊക്കെ പറക്കുമ്പം കാണിച്ചിരുന്നൊക്കെ ഉണ്ടായിരുന്നു അവള്. ഇപ്പം എൻ്റെ ഫ്രെയിമിലേക്ക് ഒരാൾ കയറി വരുന്ന കണ്ടോ. അയാൾ നിത്തുവിനെ കണ്ടിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നു. അവൾ ഒരുപാട് ചിരിക്കൊക്കെ ചെയ്ത് അതിനെ തൊടാനൊക്കെ പോയി. അപ്പം ഞാൻ പിന്നെ സമ്മതിച്ചില്ല, ഏതാ പൂച്ചന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അത് അവളുടെ അടുത്ത് ഒരു കുറേ ഭാഗം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ടായി. അങ്ങനെ നിജാടിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിജാടിൻ്റെ കൂടെ മുത്തച്ഛൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നോക്കുവാണ്. പോകുമ്പോൾ സൈഡിലൊക്കെ കുറേ പേരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടായി. ഇനി മുത്തച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുവാണ്. മീനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നീച്ചയാടനും കോർത്തിട്ടിടാനൊക്കെ പോകുന്നുണ്ട്. വെറും ഷോ, കുറേ വക മീനിന് ഭക്ഷണം കൊടുക്കുന്ന പോലെയായിരുന്നു. ഞാൻ കുറേ കളിയാക്കൊക്കെ ചെയ്ത്. അപ്പോൾ ലേച്ചിനെ വിളിച്ചപ്പോൾ ലേച്ചിയും ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വരുന്ന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചാദ്യവും നേരത്തെ ഉണ്ടായ അതേ സ്പോട്ടിലേക്ക് വന്നു. അപ്പോൾ തന്നെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. കുറേ വയസ്സായവരും കുറേ ചേച്ചിമാരും ഒക്കെ അവിടെ ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതും കണ്ട്. അപ്പോൾ ഞാനും അമ്മവും ജസ്റ്റ് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ നടന്നു കഴിഞ്ഞതിന് ശേഷം അവൾ ലേച്ചിനെ കുറേ ടൈം വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ വന്നില്ല. അപ്പോൾ ലാസ്റ്റ് അവളും എൻ്റെ കൂടെ ഇങ്ങ് എത്തി. Light up the night, electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control, feel the beat, ignite your soul. പിന്നെ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. പെർ ഹെഡ് 100 റുപ്പീസാന്ന് തോന്നുന്നു. ഞങ്ങൾ കയറിയിട്ടുണ്ടായില്ല. ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാക്കാണെന്ന് ഞാൻ തോന്നുന്നു ബോട്ട്. പിന്നെ ഇതാന്ന് അമ്മു, നിച്ചാടിൻ്റെ മോളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനിടയ്ക്ക് അമ്മു ഇതേ മാളുവേണ്ടി ഇതാ പരുന്തിനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പിന്നെ അവർ 3 പേരിരുന്ന് എന്തൊക്കെയോ സൊറ പറയുകയാണ്.
ലേച്ചി നിത്തുവിനെയും കൊണ്ട് നടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ അതിലിടയ്ക്ക് ലേച്ചി അവളെ നല്ല കമ്പനിയാക്കി. പിന്നെ എന്നെ കണ്ടപാട് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിന്ന്. പിന്നെ ഇതേ ചേച്ചി എടുക്കുന്ന മാങ്ങയും ലൊട്ടയൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി കുടിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ പരിസ്ഥിതി മലിനീകരണം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കൃത്യമായിട്ട് ബോട്ടിലൊക്കെ ബോട്ടിൽ ഡിസ്കാർഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്